ഹായ് ഫ്രണ്ട്സ്, ശ്രീധൂസ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് കാഞ്ഞിരപ്പള്ളി വരെ പോവാട്ടോ. കാഞ്ഞിരപ്പള്ളിക്ക് പോകുന്ന വഴിക്ക് കുറച്ച് വിശേഷങ്ങളൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഇറങ്ങിയത്. അപ്പം നമ്മുടെ വീടിൻ്റെ അവിടുന്ന് കുറച്ചിങ്ങി വന്നപ്പോഴത്തേനും നമ്മുടെ കുരിശുപള്ളിക്കിപ്പുറം പരുന്തമല റോഡ് നമ്മുടെ അന്നദാനത്തിൻ്റെ ഭാഗത്തായിട്ട് ഒരു അപകടം നടന്നായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പം ഒരു വ്ളോഗായിട്ട് എടുക്കണമെന്നൊക്കെ വിചാരിച്ചിറങ്ങിയതാണ്. പക്ഷേ ഈ ഒരു ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സങ്ങ് മടിച്ചു. എനിക്ക് പിന്നെ വീഡിയോ ഒന്നും എടുക്കാനായിട്ടൊന്നും ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. നമ്മൾ ഒരു ചെറിയ ഷോപ്പിംഗ് ഒക്കെ നടത്തിയായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു വ്ളോഗായിട്ട് ഇടണമെന്ന് ഓർത്തായിരുന്നു ഞാൻ ഇറങ്ങിയത്. അന്നേരം എനിക്കതൊന്നും പറ്റിയില്ല. ഞാൻ വന്ന വഴിക്ക് തന്നെ ഇങ്ങനെ ഒരു അപകടമൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും ആകെ നമുക്കൊരു നെഗറ്റീവ് ഒരു ഇതായിപ്പോയി. നമുക്കൊരു നമ്മുടെ ആ ഒരു മനസ്സിൻ്റെ ഒരു സന്തോഷമൊക്കെ പോയെന്ന് വേണം പറയാൻ. എനിക്ക് യാതൊരു പരിചയമില്ല, ആരാണെന്നും അറിയത്തില്ല, എങ്ങനെയാണെന്നും അറിയത്തില്ല. ഒരു പാഴ്സൽ ലോറി റോഡിൽ വട്ടം മറിഞ്ഞു കിടക്കുന്നു. അപ്പം അവിടെ ആൾക്കൂട്ടമൊക്കെ ഉണ്ട്. ഒരു കാറുമായിട്ട് ഇടിച്ചിട്ട് എങ്ങനെയോ ആണ് സംഭവിച്ചത്. അപ്പം ഞാൻ ഇറങ്ങിയതിൻ്റെ ഉദ്ദേശ കാര്യങ്ങളും ഒന്നും തന്നെ എനിക്കൊരു വ്ളോഗാക്കി എടുക്കാൻ പറ്റിയില്ല. റോഡും യാത്രയും മാത്രമായി ഈ വ്ളോഗ് ചുരുങ്ങിപ്പോയി. പിന്നെ നമ്മൾ എന്ത് കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിലും നമ്മുടെ മനസ്സിനൊരു സന്തോഷമൊക്കെ വേണം, അല്ലേ? നമുക്കിപ്പം എന്ത് കാര്യമാണെങ്കിലും നമ്മൾ നല്ല ഉത്സാഹത്തോടു കൂടി ചെയ്ത് തുടങ്ങാനായിട്ട് ആഗ്രഹിച്ചു വരുമ്പോൾ നമ്മുടെ മനസ്സിന് സന്തോഷമില്ലാത്ത രീതിയിൽ എന്തെങ്കിലും കാണുമോ, എന്തെങ്കിലും നമുക്ക് നേരിടേണ്ടി വരുമോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ നമ്മളുടെ ആ ഉത്സാഹം, ആ ഒരു ചെയ്യാനുള്ള ഒരു ആത്മവിശ്വാസം എല്ലാം തകർന്നു പോകുന്നു. കാര്യം നമ്മളുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എനിക്കിപ്പോൾ ആരാന്നും അറിയത്തില്ല, എങ്ങനെയാണെന്നും അറിയത്തില്ല. പക്ഷെ ആ ഒരു അപകടം കണ്ടപ്പോൾ നമ്മുടെ മനസ്സിൽ ഒരുപാട് കാര്യങ്ങൾ പെട്ടെന്ന് ഓടിപ്പോയി. മനസ്സിൽ എന്താ പറയുക, നമ്മളിപ്പം നമ്മുടെ വീട്ടിലും ഡ്രൈവർമാരും ഒക്കെ ഉണ്ട്. അപ്പം നമുക്ക് അതൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേനും ആകെ ഒരു എന്താ പറയുക, ഒരു സന്തോഷമില്ലാതായിപ്പോയി. പിന്നെ ഞാൻ കൂടുതലായിട്ടൊന്നും വീഡിയോ ഒന്നും എടുത്തില്ല. ഞാനിപ്പം ഞാൻ പറഞ്ഞില്ലേ, റോഡും വഴി മാത്രമായിട്ട് ചുരുങ്ങിപ്പോയി. ഞാൻ അന്നേരം ഓർത്തു എന്നാൽ അതിനെപ്പറ്റി ഒന്ന് പറയാം. പക്ഷേ നമ്മുടെ റോഡിലിപ്പം അയ്യപ്പ സീസൺ ആയതുകൊണ്ട് ഈ പരുന്തമല ഭാഗത്തായിട്ട് അന്നദാനത്തിൻ്റെയൊക്കെ ഇതുള്ളത് കൊണ്ടും അവിടെ ഭയങ്കരമായിട്ട് തിരക്കാണ്, എപ്പോഴും തിരക്കാണ്. ഇപ്പോൾ ഈ സീസണും കൂടെ വൃശ്ചികമാസം ആയതുകൊണ്ട് ഇപ്പോൾ അയ്യപ്പന്മാരൊക്കെ ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു റോഡ് ചെറിയ റോഡാണ്. അപ്പം വർഷങ്ങളായിട്ട് ഇവിടെ ഇങ്ങനെ അന്നദാനമൊക്കെ നടത്തി വരുന്നതാണ്. അപ്പം അതും നല്ല കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ നമുക്ക് ആ ഒരു തിരക്ക്, നമ്മുടെ വഴിക്ക് സൗകര്യമില്ല, ചെറിയ വഴിയൊക്കെ ആയതുകൊണ്ടൊക്കെയാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പം എന്താ ചെയ്യുക, ഇതിപ്പം അങ്ങനെ ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം അവിടെ ഒരു അപകടം നടന്നിരുന്നു. അപ്പോൾ ഇതുകൊണ്ടൊക്കെ ആയിരിക്കും തിരക്കും, പിന്നെ ഈ ദൂരെ നിന്നൊക്കെ വരുന്ന വണ്ടികളൊക്കെ ആയതുകൊണ്ടും ഉറക്കത്തിൻ്റെ പ്രശ്നങ്ങളുമൊക്കെ ആവാം, എന്താണെന്നറിയത്തില്ല. എന്തായാലും നമ്മുടെ ഇന്നത്തെ വ്ളോഗ് ഇത്രയൊക്കെ ഉള്ളൂ. കാര്യം എന്നോട് കുറേ പേര് പറഞ്ഞു വീഡിയോ ഒന്നും നന്നാവുന്നില്ല, എന്തൊക്കെയാണ് കാണിക്കുന്നതെന്നൊക്കെ. എൻ്റെ വീഡിയോ നന്നാക്കണമെന്ന് എനിക്കും ആഗ്രഹമുണ്ട്. നമ്മുടെ പരിമിതികൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള വീഡിയോസാണ് കൂടുതലും അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.